പേയ്മെന്റ്, ഒരു കമ്പനി, ഒരു ആരോപണം, പിന്നെ വർഷങ്ങളായി നീളുന്ന അന്വേഷണങ്ങൾ. ഒടുവിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വിവാദങ്ങളിൽ ഒന്നായ CMRL എക്സാലോജി കേസ് വീണ്ടും നിർണായക വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായിയുടെ മകളുടെ കമ്പനിയും പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിച്ചു തുടങ്ങിയ അന്വേഷണം ഇന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമായി മാറിയിരിക്കുന്നു. EDയുടെ പുതിയ നീക്കങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് വെറും ഒരു അന്വേഷണ ഫയലിന്റെ കഥയല്ല, അധികാരവും നിയമവും രാഷ്ട്രീയവും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു കഥ കൂടിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്വകാര്യ കമ്പനിയുടെ അക്കൗണ്ട് പുസ്തകങ്ങളിൽ ഒതുങ്ങിയിരുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ ഇന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഉയർന്ന അധികാര കേന്ദ്രത്തെ വരെ സ്പർശിക്കുന്ന ചോദ്യങ്ങളായി മാറിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും അവരുടെ കമ്പനിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിൽ തുടരുമ്പോൾ ഓരോ പുതിയ നിയമ നീക്കവും കേരള രാഷ്ട്രീയത്തിൽ പുതിയ തരംഗങ്ങൾ സൃഷ്ടിക്കുകയാണ്. CMRL എക്സാലോജി കേസിൽ കൂടുതൽ നടപടികളിലേക്ക് ED കടക്കാൻ പോവുകയാണ്. അടുത്തിടെ നടത്തിയ റെയ്ഡിന് പിന്നാലെ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ കണ്ടുകെട്ടാനാണ് ED നിലവിൽ നീക്കം നടത്തുന്നത്. മരവിപ്പിച്ച അക്കൗണ്ടുകളിൽ ഒന്ന് വീണ വിജയന്റേതാണ്. HDFC ബാങ്കിലെ ഈ അക്കൗണ്ട് ഉൾപ്പെടെ ED കണ്ടുകെട്ടൽ നടപടികളിലേക്ക് നീങ്ങും. ഇതിനായി വരും ദിവസങ്ങളിൽ അഡ്ജുഡിക്കേറ്റ് അതോറിറ്റിക്ക് ED ഔദ്യോഗിക റിപ്പോർട്ട് നൽകുകയും കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും.